അമേരിക്കൻ പ്രസിഡന്റിന് ഇത് നല്ല കാലമല്ല എന്ന് പലതവണ തെളിഞ്ഞതാണ്. പക്ഷേ അഹങ്കാരവും താൻപോരിമയും കാട്ടാനുള്ള ഒരു അവസരവും വിട്ടുകളയുകയുമില്ല. വിവിധ രാജ്യങ്ങൾക്ക് ഭീമമായ താരിഫ് ഏർപ്പെടുത്തിയതിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. ഒരു സ്ത്രീ നൽകിയ വ്യക്തിപരമായ കേസിലും തിരിച്ചടിയായിരുന്നു ഫലം. ഇറാൻ യുദ്ധത്തിലും കൈപൊള്ളി നിൽക്കുകയാണ്. പക്ഷേ അതെല്ലാം തൻ്റെ നേട്ടമെന്ന തരത്തിൽ അലങ്കാരമായി കൊണ്ടുനടക്കുന്ന പ്രത്യേക മാനസികാവസ്ഥയുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനങ്ങൾക്ക് പിന്നിൽ ബിസിനസ് ബുദ്ധിയെന്ന് പലരും പറയുന്നുണ്ട് എങ്കിൽ കൂടി ഇതുവരെ കാണുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കാതെ നഷ്ടം കൊയ്യുന്ന ട്രംപിനെയാണ്. 8 യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് ആവർത്തിച്ചു പറയുന്ന ട്രംപ് അത് ഏതൊക്കെ എന്ന് ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. 79 വർഷം മാത്രം മുൻപ് ജന്മം കൊണ്ട പാകിസ്ഥാനുമായി ഇന്ത്യ ആയിരക്കണക്കിന് വർഷമായി ശത്രുതയിലാണ് എന്ന് പറഞ്ഞ ട്രംപിൽ നിന്ന് ആരും ഒരു വിശദീകരണവും ചോദിക്കാത്തത് ഇതൊക്കെ പറയുന്നത് ട്രംപാണ് എന്നതുകൊണ്ടാണ്. ഒരു ശ്വാസമെടുക്കലിന്റെ ഇടവേളയിൽ പോലും പറഞ്ഞ വാക്ക് മാറ്റിപ്പറയുന്ന ട്രംപിൽ നിന്ന് ഇതിനപ്പുറം ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ട്രംപ് എന്ന വ്യക്തി ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റാണ് എന്നതാണ് ആ വാക്കുകൾക്ക് പ്രാധാന്യം വരാൻ കാരണം. അതേ പ്രസിഡന്റിന്റെ വാക്കുകൾ അമേരിക്കയെയും ലോകവേദികളിൽ അപഹാസ്യമാക്കുന്നു. ഗാസയുടെ പേരിലാണ് എങ്കിലും സമാധാനം കൊണ്ടുവരാനെന്ന പേരിൽ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച് അതിൻ്റെ തലവനായി സ്വയം അവതരിച്ച ട്രംപ് തന്നെ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു. അത് അമേരിക്കയ്ക്ക് കൊടുത്ത ധനനഷ്ടം ചെറുതല്ല. ഇറാൻ ആവശ്യപ്പെട്ടതെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുക വഴി അമേരിക്കയെ വീണ്ടും നാണം കെടുത്തി ട്രംപ്. ഇപ്പോഴിതാ ഇറാനുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും യുദ്ധത്തിൻ്റെ പേരിൽ തന്നെ ലോകവേദിയിൽ വീണ്ടും ഇളഭ്യനായിരിക്കുന്നു ട്രംപ്. ഒപ്പം അമേരിക്കയും. യുദ്ധവാർത്തകളെ അവഗണിക്കുന്നവർക്ക് പോലും ലോകത്ത് അവഗണിക്കാൻ കഴിയാത്തതാണ് ഫുട്ബോൾ ലോകകപ്പ് വാർത്തകൾ. ആ വേദിയിലും ട്രംപ് തനി ട്രംപായി എന്നതാണ് അമേരിക്കയെ നാണം കെടുത്തിയ ഒടുവിലത്തെ സംഭവം. പക്ഷേ ആദ്യമേ പറയട്ടെ, ഫിഫ ലോകകപ്പ് പോരാട്ടത്തിന്റെ കിരീടധാരണ ചടങ്ങിലും ലോക ശ്രദ്ധാകേന്ദ്രമായി മാറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അമേരിക്കയിൽ വെച്ച് നടന്ന മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ച് വിജയികളായ സ്പെയിനിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ലോകകപ്പ് ട്രോഫി സമ്മാനിച്ചത്. നമ്മൾ എല്ലാവരും ആ കാഴ്ച കണ്ടതുമാണ്. രാഷ്ട്രീയമായി ഭിന്നചേരിയിലുള്ള ട്രംപിന്റെ കയ്യിൽ നിന്ന് തന്നെ സ്പെയിൻ ലോക കിരീടം ഏറ്റുവാങ്ങുന്നത് സ്പെയിനിനെ സംബന്ധിച്ച് മധുര പ്രതികാരം കൂടിയാണ്. ട്രംപുമായി കടുത്ത ഭിന്നതയിലാണ് സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ്. കഴിഞ്ഞ ദിവസം വരെയും ട്രംപ് സാഞ്ചസിനെ കടന്നാക്രമിച്ചിരുന്നു. സ്പെയിനിലെ ജനതയെ കൊള്ളരുതാത്തവർ, ഒന്നിനും കൊള്ളാത്തവർ എന്നൊക്കെ അടുത്ത ദിവസം വരെ വിശേഷിപ്പിച്ചിരുന്ന ട്രംപിന് ഫുട്ബോൾ ചാമ്പ്യന്മാരായി മാറിയ സ്പെയിനിന് ട്രോഫി കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അതും അമേരിക്കൻ മണ്ണിൽ വെച്ച്. പണ്ട് ബെർലിൻ ഒളിമ്പിക്സിൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് കിട്ടിയ അടി പോലെ. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ആഫ്രിക്കൻ അമേരിക്കൻ ട്രാക്ക് താരം ജെസ്സി ഓവൻസ് 4 സ്വർണ്ണ മെഡലുകൾ നേടി. അഡോൾഫ് ഹിറ്റ്ലറുടെ വെള്ളക്കാരുടെ മേധാവിത്വ പ്രത്യയശാസ്ത്രത്തെ വെല്ലുവിളിച്ചുള്ള പ്രകടനമായിരുന്നു അത്. ജെസ്സി ഓവൻസ് സ്വർണം നേടിയ ആദ്യ മത്സരത്തിൽ തന്നെ ഓവൻസ് വിജയിയാകുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഹിറ്റ്ലർ ഉടൻ വേദി വിട്ടു. ഓവൻസിനെ പരസ്യമായി അഭിനന്ദിച്ചതുമില്ല. മറ്റു മത്സരങ്ങളിൽ സ്വർണം നേടിയ ജർമ്മൻ താരങ്ങൾക്ക് മാത്രമാണ് ഹിറ്റ്ലർ ഹസ്തദാനം നൽകിയത്. പക്ഷേ ഇവിടെ ട്രംപ് സ്പാനിഷ് ഫുട്ബോൾ താരങ്ങൾക്ക് കൈകൊടുത്തു, ട്രോഫിയും കൊടുത്തു. നേരത്തെ ചെൽസി താരങ്ങൾക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് ട്രോഫി സമ്മാനിച്ചതും ഇതേ ട്രംപായിരുന്നു. എന്നാൽ അന്നത്തെ പോലെ ട്രംപ് ഇന്നും നാണം കെടുത്തി അമേരിക്കയെ. അന്ന് കിരീടം നൽകിയ ശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ ട്രംപ് മടിച്ചത് വലിയ ചർച്ചയായിരുന്നു. സമാന രംഗങ്ങൾ ഇന്ന് ലോകകപ്പ് സമ്മാനിച്ച ശേഷവും അരങ്ങേറി. ട്രോഫി സമ്മാനിച്ച ശേഷം ട്രംപ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയില്ല. വേദിയിൽ തന്നെ അദ്ദേഹം നിലയുറപ്പിച്ചു. ഇത് ശ്രദ്ധിക്കാതെ സ്പാനിഷ് ടീം കിരീട നേട്ടം ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നാലെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ വന്നാണ് ട്രംപിനെ വേദിയിൽ നിന്ന് താഴേക്ക് പിടിച്ചു മാറ്റിയത്. ആദ്യം ഇൻഫാന്റിനോയ്ക്കൊപ്പം താഴേക്കിറങ്ങാൻ ട്രംപ് കൂട്ടാക്കിയില്ല. പിന്നീട് ഇൻഫാന്റിനോ എന്തോ ട്രംപിനോട് പറഞ്ഞു. അതിനുശേഷമാണ് പ്രസിഡന്റ് വേദിയിൽ നിന്ന് ഇറങ്ങിയത്. വേദി വിട്ടു പോകും മുൻപ് സ്പാനിഷ് കളിക്കാർക്ക് മുന്നിൽ വെച്ച് തൻ്റെ പ്രശസ്തമായ ട്രംപ് ഡാൻസിന്റെ ചെറിയൊരു സ്റ്റെപ്പും അവതരിപ്പിക്കാൻ മറന്നില്ല ഈ ട്രംപ്. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ട്രോഫി സമ്മാനിക്കാനായി ട്രംപ് ഇൻഫാന്റിനോയ്ക്കൊപ്പം മൈതാനത്തേക്ക് നടന്നു വന്നപ്പോൾ കാണികൾ കൂവലോടെയാണ് എതിരേറ്റത്. സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കിരീട പോരാട്ടം കാണാൻ ട്രംപ് തൻ്റെ ഔദ്യോഗിക മറൈൻ വൺ ഹെലികോപ്റ്ററിൽ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. ഇനി ചോദ്യമുയരാം, എന്താണ് ട്രംപിന് സ്പെയിനിനോട് ഇത്രയും വൈരമെന്ന്? നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം സംഘടനയിലേക്ക് കൂടുതൽ പണം ഇറക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഓരോ രാജ്യവും അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 5% നാറ്റോയ്ക്ക് വേണ്ടി ചെലവാക്കണമെന്ന്. സ്പെയിൻ മാത്രം ഇത് അംഗീകരിച്ചില്ല. ഇതിൽ അമർഷം പൂണ്ട ട്രംപ് സ്പെയിനിന് മേൽ 5% തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. 32 അംഗരാജ്യങ്ങളുള്ള നാറ്റോയിൽ സ്പെയിൻ മാത്രം ഈ നിലപാടെടുത്തത് മറ്റ് രാജ്യങ്ങളെ അമ്പരപ്പിച്ചു.
അമേരിക്ക ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ കഴിയില്ലെങ്കിലും കൂടുതൽ സൈന്യത്തെ നാറ്റോയ്ക്ക് നൽകാമെന്ന് സ്പെയിൻ വാഗ്ദാനം ചെയ്തു. പക്ഷേ ട്രംപിന്റെ മുഖത്തേറ്റ അടിപൊളിയായി സ്പെയിനിന്റെ ആദ്യ പ്രതികരണം. എന്നാൽ കൂടുതൽ രൂക്ഷമായ സംഭവം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധത്തിൽ ഉൾപ്പെട്ട അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നൽകണമെന്ന ട്രംപിന്റെ ആവശ്യം സ്പെയിൻ തള്ളിയിരുന്നു. നാറ്റോയോട് ആലോചിക്കാതെയും അംഗരാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയും നടത്തുന്ന യുദ്ധത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് സ്പെയിൻ തുറന്നു പറഞ്ഞു. ട്രംപിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പ്രഖ്യാപിച്ചു. യൂറോപ്പിലെ ചുരുക്കം ചില ഇടതുപക്ഷ ചായ്വുള്ള നേതാക്കളിൽ ഒരാളാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും ന്യായീകരിക്കാനാവാത്തതും അപകടകരവുമായ സൈനിക ഇടപെടലെന്നുമെന്നാണ് സാഞ്ചസ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നാലെ സ്പെയിൻ അവരുടെ വ്യോമാതിർത്തിയും സൈനിക താവളങ്ങളും ഔദ്യോഗികമായി അടച്ചു. ഇതിന് മറുപടിയായി സ്പെയിനുമായുള്ള വ്യാപാരം കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിലെ 27 അംഗരാജ്യങ്ങൾക്കിടയിൽ തടസ്സമില്ലാത്ത ചരക്ക് നീക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിന്മേൽ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു. US സെൻസസ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം US സ്പെയിനിലേക്ക് ഏകദേശം $26 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഏകദേശം $21 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. സ്പെയിൻ US നടത്തുന്ന പ്രധാന കയറ്റുമതികളിൽ ഔഷധ ഉൽപ്പന്നങ്ങളും ഒലിവ് ഓയിലും ഉൾപ്പെടുന്നു. സ്പെയിൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് എന്നും ആ കൂട്ടായ്മയുമായുള്ള ഏത് വ്യാപാര കരാറിലും സ്പെയിൻ ഉൾപ്പെടണമെന്നും ജർമ്മനി കൂടി പറഞ്ഞതോടെ ട്രംപ് വെട്ടിലായി. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇറാൻ യുദ്ധത്തിൽ ഇടപെടാൻ നാറ്റോ രാജ്യങ്ങൾ വിസമ്മതിച്ചിരുന്നു. സ്പെയിനിന്റെ നിലപാട് നാറ്റോയ്ക്ക് കരുത്തു പകർന്നു. ട്രംപ് ആവശ്യപ്പെട്ടിട്ടും നാറ്റോ രാജ്യങ്ങൾ കുലുങ്ങിയില്ല. അടുത്തിടെ ഇറാൻ യുദ്ധത്തിലെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇറ്റലിയുമായി കൈകോർത്തതുകൊണ്ട് സ്പെയിനിനെ മറന്നിരിക്കുകയായിരുന്നു ട്രംപ്. ആ ഉണങ്ങാത്ത മുറിവിലാണ് ലോകകപ്പ് ഫുട്ബോൾ വേദി മുളക് തേച്ചത്. സ്പെയിനുമായുള്ള രാഷ്ട്രീയ വിരോധം സ്പാനിഷ് ജനതയുടെ മേലും തളച്ചിരുന്നു ട്രംപ്. സ്പെയിനുകാർ മോശം ആളുകൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ന് അതേ ജനതയുടെ ഭാഗമായ ഫുട്ബോൾ താരങ്ങളെ ചാമ്പ്യന്മാരായി ലോകം കാണുകെ തന്നെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു ട്രംപിന്. പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, രാജാവ് ഫെലിപ്പെ ആറാമൻ, 100 കോടിയിലധികം വരുന്ന ടെലിവിഷൻ പ്രേക്ഷകർ എന്നിവരുടെ മുന്നിലാണ് ഡൊണാൾഡ് ട്രംപ് കായിക ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരം സ്പെയിൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ റോഡ്രിക്ക് കൈമാറിയത്. മധുര പ്രതികാരം, നിന്റെ പേരോ സ്പെയിൻ എന്നത്.